അമ്മായി വീട്ടിൽ നിന്ന് സുഭാഷിനെ അപമാനിച്ച് പറഞ്ഞു വിടുവാണ്. മോളെ അമ്മായി ചെയ്തത് തെറ്റാണെന്ന് പറയുമ്പോൾ അവളെ അടിച്ചിട്ട് കയറി പൊടി അകത്തെന്ന് പറയും. സുഭാഷിൻ്റെ വീട്ടിലേക്ക് പന്തൽ പണിക്കാർ വരികയാണ്. സുഭാഷ് പോയിട്ട് എന്തൊക്കെ എവിടെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ബിരിയാണി വെക്കാൻ വന്ന ആളോട് സുഭാഷ് പറയും ബിരിയാണി അടിപൊളിയാവണം കേട്ടോ എന്ന്. നികേഷിൻ്റെ അടുത്ത് സുഭാഷ് പന്തൽ പണിയുടെ കാശ് കൊടുത്ത് അയക്കുകയാണ്. ആ സമയത്ത് ഹരീഷ് വന്നിട്ട് സുഭാഷിൻ്റെ അടുത്ത് ഒരു 10,000 രൂപ കൊടുക്കും. ഒന്നും ആവില്ലെന്ന് എനിക്കറിയാം, പക്ഷേ തൽക്കാലത്തേക്ക് ഇത് കൈ വെച്ചേക്ക്. ചിക്കൻ കടയിലെ കാശ് ഞാൻ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്, അടുത്ത ആഴ്ച ഞാൻ കൊടുത്തോളാം. സുഭാഷ് ചോദിക്കും നീ ഈ കാശൊക്കെ കടം വാങ്ങിച്ചതല്ലേ, എന്തിനാ അത്? ഹരീഷ് ചോദിക്കും സുഭാഷ് ഏട്ടൻ ഇപ്പോൾ ചിലവാക്കുന്ന കാശൊന്നും ബാങ്കിൽ നിന്ന് എടുത്തതല്ലല്ലോ, കടം വാങ്ങിയതല്ലേ. ഹരീഷ് പറയും പിന്നെ ഒരു കാര്യം, നമ്മൾ ഇത്ര ചിലവാക്കിയാലും സുധീഷ് ഏട്ടൻ ഒന്നും തിരിച്ചു തരാൻ പോകുന്നില്ല. സുഭാഷ് പറയും എന്താടാ ഇത്, അവൻ തിരിച്ചു തരാനാണോ നമ്മളിതൊക്കെ ചെയ്യുന്നത്? ഇത് നമ്മുടെ വീടല്ലേ. എടാ ഹരീഷേ, നീ എപ്പോഴും അവനോട് ഇങ്ങനെ ദേഷ്യം കാണിക്കില്ലേ. നികേഷ് വന്ന് പറയും എല്ലാം റെഡിയായി, പക്ഷേ ഒരു കാര്യം വിട്ടുപോയി എന്ന് പറയും. എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും പെണ്ണിനും ചെക്കനും ഡ്രസ്സ് എടുക്കണ്ടേ. സുഭാഷ് ഹരീഷ് പറയും അയ്യോ അത് വിട്ടുപോയല്ലോ. അളവിൻ്റെ കാര്യം പറയുമ്പോൾ നികേഷ് പറയും അതൊക്കെ ഷോപ്പിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എന്നൊക്കെ പറയും. ഇത് കേട്ടിട്ട് സുഭാഷ് ഹരീഷും പറയാ നിനക്കിതൊക്കെ അറിയാലോ. നികേഷ് പറയും ഡ്രസ്സ് എടുക്കുന്ന കൂട്ടത്തിലേ എനിക്കൊരു പാൻറ്റ് ഷർട്ട് കൂടെ വേണമെന്ന് പറയും. അപ്പോൾ അവർ പറയും ഓ അതാണ് കാര്യമല്ലേ. സുഭാഷ് ഒരു 20,000 രൂപ നികേഷിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും അവർക്കുള്ള ഡ്രസ്സും പിന്നെ നിങ്ങൾക്ക് 2 പേർക്ക് ഇടാനുള്ള ഡ്രസ്സും വാങ്ങിച്ചോ എന്ന് പറയും. ഹരീഷ് ചോദിക്കും സുഭാഷ് ഏട്ടന് വേണ്ടേ. സുഭാഷ് പറയും കഴിഞ്ഞ ഓണത്തിന് വാങ്ങിച്ച പുത്തൻ ഡ്രസ്സ് കയ്യിലിരിക്കല്ലേ. ഹരീഷ് ചോദിക്കും ആ ഡ്രസ്സ് വിട്ടല്ലേ ഇപ്പോൾ കുറേ തവണ പെണ്ണ് കാണാനൊക്കെ പോയത്. നികേഷേ സുഭാഷ് ഏട്ടനൊരു മുണ്ടും ഷർട്ട് കൂടെ വാങ്ങിച്ചോ. സുധിയും നിധിയും ജീപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. സുധി അതിലൊരു പാട്ട് വെക്കുകയാണ്. പാട്ട് വെക്കുമ്പോൾ അതിൽ വരുന്നത് ഒളിച്ചോടിപ്പോയ കമിതാക്കളെ പറ്റിയുള്ള ഒരു ചർച്ചയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ സുധി ഒഴിവാക്കും. അടുത്ത പാട്ട് വെക്കുമ്പോൾ ഒരു നോവിൻ്റെ എന്നുള്ളൊരു പാട്ടായിരിക്കും വരുന്നത്. സുധി അത് കേട്ടിട്ട് ഇങ്ങനെ പറയും ഇപ്പോഴത്തെ സിറ്റുവേഷന് പറ്റിയ പാട്ട് ഇതാണ്. നിധി പറയും ഒന്നെങ്കിൽ ഇതൊന്ന് നിർത്ത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാട്ട് വെക്ക്. ഇങ്ങനെ സങ്കടപ്പാട്ട് വെച്ച് പോകാൻ ഇവിടെ ആരും മരിച്ചിട്ടൊന്നുമില്ലല്ലോ. നിധി പിന്നെയും ഇങ്ങനെ വിഷമങ്ങളൊക്കെ പറയാൻ തുടങ്ങുകയാണ്. സുധി പറയും ഇനി അങ്ങോട്ട് അടിപൊളിയായിരിക്കും, എന്തേലും പ്രശ്നം ഉണ്ടാവുന്ന ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യാൻ പാടില്ല, മനസ്സിനെ ഫ്രീ ആയിട്ട് വിടണം, അപ്പോൾ ഒക്കെ ഓക്കെ ആവുന്നേ. ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോള് വരികയാണ്. നിന്നോട് ഇന്നലെ വരാനല്ലേ പറഞ്ഞതെന്ന് പോലീസുകാരൻ ചോദിക്കും. സുധി പറയും അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കോള് കഴിഞ്ഞിട്ട് ആരാന്ന് നിധി ചോദിക്കുമ്പോൾ സുധി പറയും നമ്മുടെ കല്യാണം നടത്തിയതെന്ന പോലീസുകാരനാണെന്ന് പറയുമ്പോൾ നിധി ചോദിക്കും നമ്മുടെ കല്യാണം അതൊരു ഡ്രാമ ആയിരുന്നില്ലേ. സുധി പറയും അതൊക്കെ അതെ, പക്ഷേ എൻ്റെ അടുത്ത് നിധിക്ക് പ്രശ്നമൊന്നുമില്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വിളിപ്പിക്കുന്നത്. ഇന്നലെ വിളിച്ചിരുന്നു, പിന്നെ നിധി ടെൻഷനായതുകൊണ്ട് പറയാതിരുന്നതെന്നൊക്കെ സുധി പറയും. വീടൊരു കല്യാണ രീതിയിലൊക്കെ ഒരുങ്ങുകയാണ്. ഹരീഷും നികേഷും ഡ്രസ്സുമായിട്ട് വരും. സാരി കിട്ടി, പക്ഷേ ബ്ലൗസ് കിട്ടിയില്ല എന്ന് പറയും. എന്താ ചെയ്യാന്ന് നോക്കുമ്പോൾ ആ സമയത്ത് അമ്മായിയുടെ മോള് വരികയാണ് അങ്ങോട്ട്. അവളോട് ഇവർ കാര്യം പറയുമ്പോൾ അവൾ ചോദിക്കും നിധിക്കുള്ള ഡ്രസ്സ് അവർ വരുമ്പോൾ എടുത്താൽ മതിയായിരുന്നല്ലോ, അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഹരീഷ് പറയും അത് ശരിയായിരുന്നു, പെണ്ണുങ്ങളെ ചിന്തിക്കും പോലെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇത് കേട്ടിട്ട് അവൾ പറയും അങ്ങനെ ചിന്തിക്കാൻ കഴിവുള്ളവരെ വീട്ടിൽ നിർത്തിയാൽ മതി. അവർ പിന്നെ ഇതന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നികേഷ് ചോദിക്കും നിങ്ങൾക്ക് ഇതൊന്നും അടിച്ചു തരാൻ പറ്റുമോ. അവൾ പറയും നീ ചൂടാവാതടാ കൊച്ചനെ. കൊച്ചനോ? ആ സുഭാഷേൻ്റെ അനിയെന്ന് പറയാൻ എനിക്ക് കൊച്ചനല്ലേ. അവള് സാരിയൊക്കെ വാങ്ങിച്ചു നോക്കും, എന്നിട്ട് ബ്ലൗസ് അടിക്കാൻ അളവ് വേണ്ടേ. സുഭാഷ് പറയും ഒരു ഊഹം വെച്ചങ്ങ് അടിച്ചാൽ മതി. അവൾ പറയും ഒരു ഭർത്താവിൻ്റെ സ്വഭാവം ശരിയല്ലെങ്കിൽ പോലും ഭാര്യയ്ക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ ബ്ലൗസൊന്നും അങ്ങനെ കഴിയില്ല. ആ സമയത്ത് അവിടെ അലക്കിയിട്ട സാരിയും ബ്ലൗസും കാണും. അവൾ പോയിട്ട് അതെടുക്കും. അവൾ പറയും ഇത് ഞാൻ അടിച്ചു തരാം, പക്ഷേ എനിക്കെന്ത് തരും. നികേഷ് പറയും ഒരു ബിരിയാണി എക്സ്ട്രാ, അത് നീ തന്നെ അങ്ങ് വിഴിഞ്ഞാൽ മതി. അവൾ ആ ഡ്രസ്സ് അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഹരീഷ് സുഭാഷിന് ബാക്കി കാശ് കൊടുക്കുമ്പോൾ സുഭാഷ് ചോദിക്കും നീ ഷർട്ട് വാങ്ങിച്ചില്ലേ. സുഭാഷ് ഏട്ടൻ പഴയ ഷർട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെയിലും അതുപോലെ ഷർട്ടുണ്ട്, എന്തിനാ വെറുതെ ചിലവ്, ഞാൻ ആകെ പോകുന്നത് വർക്ക്ഷോപ്പിലേക്കാണ്. സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടന് വിഷമമില്ലേ ആദ്യം സുധിയേട്ടൻ്റെ കല്യാണം കഴിഞ്ഞതിൽ. സുഭാഷ് ചോദിക്കും ഞാനെന്തിനു വിഷമിക്കണം, നമ്മളെല്ലാവരും സന്തോഷിക്കുകയല്ലേ വേണ്ടത്. ഹരീഷ് പറയും അതിൽ സന്തോഷം തന്നെ, പക്ഷേ സുഭാഷ് ഏട്ടൻ്റെ കല്യാണം ആയില്ലല്ലോ ഇതുവരെ. സുഭാഷ് പറയും അതൊക്കെ നടക്കുമ്പോൾ നടക്കട്ടെ. ഹരീഷ് പറയും നാട്ടുകാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് പറയുമ്പോൾ സുഭാഷ് പറയും നീ അതൊന്നും ശ്രദ്ധിക്കണ്ട, കുറേ ജോലി ചെയ്യാണ്ടെന്നിട്ട് സുഭാഷ് അവിടെ നിന്ന് പോവാണ്. സുധി ഡീസൽ അടിക്കാൻ കയറുമ്പോൾ സുധിയുടെ കൈ കാശുണ്ടാവില്ല. സുധി ഫോൺ എടുത്തിട്ട് സുഭാഷിനെ വിളിക്കാണ്. കാശിൻ്റെ കാര്യം പറയുമ്പോൾ സുഭാഷ് പറയും നീ ഇങ്ങോട്ട് വാ, കാശൊക്കെ ഇവിടെ ഉണ്ട്. സുധി പറയും കാശിപ്പോൾ ജീപ്പിന് ഡീസൽ അടിക്കാനാന്ന് പറയും. സുഭാഷ് പറയും ഞാൻ അയച്ചുതരാം. പമ്പുകാരൻ കാശ് ചോദിക്കുമ്പോൾ സുധി പറയും ഞാൻ എങ്ങോട്ട് ഓടിപ്പോണില്ലടോ, ജീപ്പൊന്ന് അപ്പുറത്തിട്ടിട്ട് വരാം. അയാൾ വയ്ക്കും കാശ് പേ ചെയ്തൂടെ. സുധി QR കോഡ് സ്കാൻ ചെയ്യാണ്, എന്നിട്ട് പേ ചെയ്യും. നിധി വയ്ക്കും കാശില്ലായിരുന്നു അല്ലേ, ഞാൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടാവുന്നുണ്ടല്ലേ, കാശൊക്കെ ഞാൻ നാളെ തിരിച്ചു തരാം. സുധി ചിരിച്ചുകൊണ്ട് പറയും നമുക്ക് എന്തേലും കഴിക്കാം, എനിക്ക് വല്ലാത്ത വിശപ്പ്. നിധി ഹോട്ടലിലിരുന്ന് അച്ഛൻ്റെ വീഡിയോ കാണുകയാണ്. ഇത് കണ്ടിട്ട് സുധി വയ്ക്കും നോക്കട്ടെ. സുധി പറയും ആ കൊള്ളാലോ, ഇപ്പം നല്ല മിടുക്കനായിട്ടുണ്ട്, ഇത് കണ്ടാൽ തൂങ്ങാൻ പോയതാണെന്ന് തോന്നുകയില്ല എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ്.
നിധി സുധിയെ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കും. സുധി അയ്യോ വേറെ അർത്ഥത്തിലൊന്നും തോന്നല്ലേ, ഞാൻ ഉദ്ദേശിച്ചത് ആള് നല്ല ആരോഗ്യവാനായിട്ട് ഇരിപ്പുണ്ടല്ലോ എന്നാ. ഞാൻ പറയുന്ന രീതി ഇങ്ങനെ ആയതുകൊണ്ടാ. നിധി പറയും ഞാൻ പേടിച്ച പോലെ ഒന്നും സംഭവിച്ചില്ലല്ലോ, അത് മതി. ഓർഡർ എടുക്കാൻ ആൾ വരുമ്പോൾ എന്താ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ ബിരിയാണിയൊക്കെ പറയുമ്പോൾ സുധി ഇങ്ങനെ കിശയിലേക്ക് നോക്കും. അതല്ലാതെ വേറെ എന്താ ഉള്ളത്? നിധി പറയും എനിക്കൊരു ചിക്കൻ ബിരിയാണി മതി. സുധി പറയും എന്നാൽ 2 ചിക്കൻ ബിരിയാണി. നിധി പറയും നല്ല വിശപ്പ്, അതാ ഇതിൻ്റെ കൂടി ചേർത്ത് ഞാൻ നാളെ തരാട്ടോ. സുധി പറയും അതേ ഈ ഇടയ്ക്കിടയ്ക്ക് കാശ് തരാമെന്ന് പറയരുത് കേട്ടോ, എനിക്കത് കേൾക്കുമ്പോൾ എന്തോ പോലെ തോന്നുന്നു. നിധി പറയും ആരോടോ കാശ് ചോദിക്കുന്നത് കേട്ടു, അതുകൊണ്ടാ. സുധി ഇങ്ങനെ മനസ്സ് പറയും എൻ്റെ ഭഗവാനെ പെണ്ണുങ്ങളെങ്ങനെ ഷാർപ്പാക്കി വിടരുത് കേട്ടോ. അത് ആരോടോ അല്ല, എൻ്റെ ചേട്ടനോടാ. വീട്ടിലെ കാര്യങ്ങളൊക്കെ പറ്റി നിധിയും സുധിയും കൂടി ചർച്ച ചെയ്യാണ്. അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ സുധി പറയും അച്ഛൻ്റെ സ്വഭാവമൊക്കെ കണ്ടില്ലേ, അല്ലെങ്കിൽ അത്ര ആളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഡാൻസ് കളിക്കുമോ? നിധി പറയും ഡാൻസൊക്കെ നന്നായിരുന്നു. സുധി പറയും അതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ ശ്രദ്ധിച്ചോ? സുധി പറയും വന്ന് കയറി കിടക്കാൻ സ്ഥലം, അത്രയേ ഉള്ളൂ. ഒരു വീടായിട്ടൊന്നും ഞാൻ കരുതിയിട്ടില്ല, ഇനി അതൊരു വീടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് പറയുമ്പോൾ നിധിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയാണ്. ഒരുപാട് സന്തോഷമുണ്ടായിരുന്നൊരു വീടായിരുന്നു, ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ആ വീട് മാറ്റിക്കളഞ്ഞു. സുധി ചിരിച്ചുകൊണ്ട് പറയും ശരിയാ, ഇപ്പോൾ ബിഗ് ബോസിലെ ഹൗസ് പോലെയായി, അടി ബഹളം തല്ല്. അത് പറഞ്ഞ് സുധി ഇങ്ങനെ ചിരിക്കുക. ഇത് കാണുമ്പോൾ നിധിക്ക് ദേഷ്യം വരും. അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ. നിധി പറയും ശരിയാ, അതങ്ങനെ ആക്കിയത് ഞാനാ. എനിക്ക് വേണ്ടതെല്ലാം അവർ ചെയ്തു തന്നിട്ടുണ്ട്, അവർ പറഞ്ഞതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ കാര്യം പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഇത്രയും കാലം ഉണ്ടായിരുന്ന സ്നേഹവും അടുപ്പും അതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാണ്ടായി. സുധി ഇങ്ങനെ ഓരോ വ്യാഖ്യാനങ്ങൾ പറയാണ്. ഈ അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയുന്നത് വെറുതെ, നമ്മളോട് ഇങ്ങോട്ട് എങ്ങനെയാണോ പെരുമാറുന്നത് നമ്മളും അതുപോലെ തിരിച്ചു പെരുമാറുക. നിധി പറയും പക്ഷേ ഇയാൾ അങ്ങനെയല്ലല്ലോ.